ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി സ്പെഷ്യൽ ഉള്ള ഒരു സാമ്പാറാട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോണേ. ഒത്തിരി സ്പെഷ്യൽ എന്ന് പറയാൻ കാരണം തറവാട്ടിൽ പോകുമ്പോൾ എൻ്റെ മുത്തശ്ശി ഉണ്ടാക്കുന്ന സാമ്പാറാണ് ഇന്ന് റെഡിയാക്കണേ. നിങ്ങൾ ഈ വിഷുവിനൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടാവും. കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട്, ഇത് കഴുകി എടുത്തിട്ട് വരാം. പരിപ്പിൻ്റെ അളവ് എന്ന് പറയാൻ നിങ്ങൾക്ക് എത്ര സാമ്പാർ ഉണ്ടാക്കണോ അതനുസരിച്ച് പരിപ്പ് എടുത്തോളൂ. കഴുകി എടുത്ത പരിപ്പിലേക്ക് 1/4 ടീസ്പൂണിലും കുറവ് ചെറിയ ജീരകം ചേർക്കുന്നുണ്ട്, 4 വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. തറവാട്ടിൽ വെക്കുമ്പോൾ വെളുത്തുള്ളി ചേർക്കില്ല കേട്ടോ, പക്ഷെ ഞാൻ സാമ്പാർ വെക്കുമ്പോൾ പരിപ്പിൻ്റെ കൂടെ എപ്പോഴും 2 വെളുത്തുള്ളി ചേർക്കാറുണ്ട്. 2 ടീസ്പൂൺ നെയ്യ് ചേർക്കാം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. സാമ്പാറിലേക്ക് പരിപ്പ് വേവിക്കുമ്പോൾ എപ്പോഴും ഒരു നുള്ളു ഉപ്പിട്ടിട്ട് പരിപ്പ് വേവിച്ച് നോക്കുക, സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പരിപ്പ് വേവാനുള്ള വെള്ളം ചേർക്കാം, വേവാനുള്ളതല്ല കേട്ടോ, കുറച്ച് കൂടുതൽ വെള്ളം ചേർക്കുന്നുണ്ട്. ഈ വെള്ളത്തിലാണ് നമ്മൾ പച്ചക്കറി വേവിക്കുക. ഇതൊന്ന് മിക്സ് ചെയ്യാം. പരിപ്പ് തിളയ്ക്കാൻ തുടങ്ങി, ഇതിലേക്ക് കുറച്ച് വേപ്പില ചേർക്കുന്നുണ്ട്. 3 തക്കാളി ചേർത്ത് കൊടുക്കാം. വെള്ളം തിളയ്ക്കണ മുമ്പേ തക്കാളി ചേർത്തോളൂ കേട്ടോ, ഞാൻ വിട്ടുപോയതാണ്. അടച്ച് വെച്ച് 3 വിസിൽ വിട്ടിരുന്നു. 3 വിസിലിട്ട് കുക്കർ ഓഫാക്കിയതാണ് കേട്ടോ. പരിപ്പ് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഉരുളിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടാവുമ്പോൾ ഇത് കുറച്ച് മുരിങ്ങക്കോൽ ഇടുന്നുണ്ട്, പകുതി സവോള, 1/4 ഭാഗം ക്യാരറ്റ്, 1 വലിയ ഉരുളക്കിഴങ്ങ്, 2 പച്ചമുളക്, പകുതി വഴുതനങ്ങ. എണ്ണയിൽ 1 മിനിറ്റ് ഇതൊന്ന് മാറ്റിയെടുക്കാം. 1 മിനിറ്റ് പച്ചക്കറിക്ക് വാടിയതിന് ശേഷം ഇതിലേക്ക് സാമ്പാർ പൊടി ചേർക്കുന്നുണ്ട്. ഇത് വീട്ടിൽ പൊടിച്ച സാമ്പാർ പൊടിയാണ്, നിങ്ങളുടെ കടയിൽ വാങ്ങിച്ചതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 3 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം പരിപ്പ് വേവിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. പച്ചക്കറി നമുക്ക് വേവിച്ചെടുക്കാം. കഷ്ണങ്ങളൊക്കെ വെന്തുണ്ടാവും, നമുക്ക് തുറക്കാം. ഞാൻ ഇടയ്ക്ക് എടുത്ത് 2-3 പ്രാവശ്യം ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് വെന്തുണ്ടോ നോക്കാം. വെന്ത് കിട്ടിയിട്ട് ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കണ പരിപ്പ് ചേർക്കാം. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും ചൂടുവെള്ളം ചേർത്താൽ മതിയേ. ഇതിലേക്ക് പുളിക്ക് പകരം പച്ച മാങ്ങയാണ് ചേർക്കണേ. നല്ല പുളിയുള്ള മാങ്ങയാണ് ഒരെണ്ണേ ചേർക്കണുള്ളൂ. നിങ്ങൾ മാങ്ങ ചേർക്കണമെന്ന് വെച്ചാൽ പുളിക്ക് അനുസരിച്ച് ചേർത്തോളൂ, അല്ലാന്നുണ്ടെങ്കിൽ പുളി ചേർത്താൽ മതി. കഷ്ണങ്ങൾ വെന്തതിൻ്റെ ശേഷം വേണം പുളി ചേർക്കാനായിട്ട്. എല്ലാം ഒന്ന് തിളച്ചോട്ടെ. കൂട്ടാനിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഓൾറെഡി പരിപ്പിൽ ഉപ്പിട്ടുണ്ട്, അപ്പോൾ അതനുസരിച്ച് ചേർത്തോളൂ. ഇനി എല്ലാം ഒന്ന് തിളക്കട്ടെ. മാങ്ങ ചേർത്തിട്ട് കറി നല്ലോണം തിളച്ചു വിട്ടാൽ നല്ലോണം തിളയ്ക്കുമ്പോൾ തന്നെ മാങ്ങ വെന്ത് കിട്ടിക്കോളും. അതിന് ശേഷം സ്വാദ് നോക്കിക്കോളൂ, പുളി ഉണ്ടോ ഉപ്പുണ്ടോ എന്നൊക്കെ. എന്താണോ കുറവ് അതപ്പോൾ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി മല്ലിയില ഇട്ട് നമുക്ക് കറി വറുത്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടാവുമ്പോൾ കടുക് ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂണിലും കുറവ് ഉലുവ, 1/4 ടീസ്പൂണിലും കുറവ് ജീരകം, 3 ചുവന്ന മുളക്, കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് വേപ്പില, 1/4 ടീസ്പൂൺ കായപ്പൊടി. ഉള്ളിയൊക്കെ ഒന്ന് കളർ മാറട്ടെ. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫാക്കി ഇത് കറിയിലേക്ക് ചേർക്കാം. കറി ഞാൻ വേറെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇട്ടാൽ സാമ്പാർ റെഡി ആയില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ പുളി ചേർക്കാണ്ട് പച്ചമാങ്ങ ഇട്ട് വെക്കുന്ന സാമ്പാറിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഈ സാമ്പാർ ഭയങ്കര സ്പെഷ്യലാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാവും. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണേ. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.